വണ്ടിയും കൊണ്ട് ഡ്രൈവിന് ഇറങ്ങാൻ പറ്റിയ സ്ഥലാട്ടോ നേപ്പാള്. അതെന്തായാലും മനസ്സിലായി. നല്ല അതെ ആൾക്കാരുണ്ടാവില്ല, നല്ല കാഴ്ചയും കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം. പിന്നെ റോഡ് കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓഫ് റോഡൊക്കെ പറ്റുന്ന വണ്ടിയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി അടിപൊളിയാണ്. നമ്മളെ ചെക്കന് പിന്നെ ഏത് റോഡും സീനൊന്നുമില്ല. ഓര് പിന്നെ അങ്ങനെ ഇങ്ങനെ പോയിക്കോളും. അവർക്ക് ആവശ്യം തിന്നാൻ ഇങ്ങനെ കൊടുത്താൽ മതി. ഇവിടുത്തെ ഏത് പെട്രോൾ ബങ്ക് പോയി കഴിഞ്ഞാലും ഇവര് കാർഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടോ. കാർഡ് എടുക്കുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. നമ്മൾ ക്യാഷും കൊണ്ട് വേണം പോകാൻ. അത് കുറച്ച് എന്താ പറയാ സീനായിട്ട് പോലെ തോന്നി. കാരണം എല്ലായിടത്തും ഉള്ളൊരു ഓപ്ഷൻ അല്ലേ കാർഡ് എന്ന് പറയുന്നത്. ഇതിവിടെ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് യാത്ര കഴിയില്ല. ക്യാഷ് കൊടുത്ത് ATM നമുക്ക് അതിൽ ചാർജ് തരും. പിന്നെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താ വെച്ചാൽ നേപ്പാൾ വരികയാണെങ്കിൽ ഒന്നേ കയ്യിൽ ക്യാഷ് ആക്കുക, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഫുൾ ടാങ്ക് അടിച്ച് വരിക. അതാകുമ്പോൾ ഒരു 400 നമ്മൾ ചിന്തിക്കണ്ടല്ലോ. എത്ര ഫോറസ്റ്റുകൾ, ഏതൊക്കെ തരം മരങ്ങൾ, ചെടികൾ, പുല്ലുകൾ, ഒന്നും പറയാനില്ല അല്ലേ. അടിപൊളി 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 വൈബ്. ഇങ്ങനെ സുഖമായിട്ട് വണ്ടി ഓടിക്കുക. കാര്യമായിട്ട് ഇങ്ങനെ ആക്സിഡന്റ് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. റോഡാണെങ്കിൽ ഒരേ സ്ട്രൈറ്റ് റോഡ്. നേപ്പാളിൽ കയറിയതിന് ശേഷം നിങ്ങൾ നേപ്പാളിന്റെ ഈ വെസ്റ്റ് ഭാഗത്ത് നിന്ന് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് നോക്കിയാൽ മതി കേട്ടോ. ഏകദേശം ഫുള്ള് സ്ട്രൈറ്റ് ആയിരിക്കും, ഒരേ സ്ട്രൈറ്റ്. പിന്നെ റോഡിൽ നമുക്ക് അത്യാവശ്യം അല്ലേ അഡ്വഞ്ചറാണ്, ഇങ്ങനെ ചാടി കളിച്ച് ഇങ്ങനെ പോവാ. നമ്മള് നേപ്പാളിൽ വന്നിട്ട് ഒരു 100 പാറന്നായിരിക്കും കേട്ടോ കേറിയിട്ടുണ്ടാവുക. ഒന്നിലും വല്ലാതെ വെള്ളമില്ല, വെള്ളം വളരെ കുറവാണ്. ആ സൈഡിലൊക്കെ ഫുൾ ടൈം മലകളാട്ടോ. നമ്മൾ നേപ്പാളിൽ കയറിയ മുതൽ ആ സൈഡിൽ നമുക്ക് മലകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പതാ ഈ സൈഡിൽ മലകൾ കിട്ടി തുടങ്ങി. ഓക്കെയാ ദിക്കാവോ ഏക്കുവാ അച്ഛാ ഓ നൈസായി. ഞങ്ങളേ ഒരു മരം കണ്ടപ്പോൾ നിർത്തിട്ടോ. ഇനി ഞങ്ങളെ കൊണ്ട് ഓടിക്കാനില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സ്കിപ്പ് ചെയ്ത് ബിസ്ക്കറ്റും കാര്യങ്ങളും മാത്രം കഴിച്ചാൽ ഇറങ്ങിയത്. അപ്പം ഇനി നേരെ ഭക്ഷണം ഉണ്ടാക്കട്ടെ, വിശക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ എന്താ തൂക്കുപാലും പോയണല്ലോ നല്ല വലിയ അല്ലേ. പോയേക്കല്ലേ ഭക്ഷണം കഴിച്ചിട്ട് എന്നാ പെട്ടെന്ന് ഉണ്ടാക്കല്ലേ. നമ്മളേ കുക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടൊരു പൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ വെള്ളം കിട്ടും നമുക്ക് കൂളായിട്ട്. അപ്പം ഞാൻ ഇവിടെ വെള്ളം വന്നിട്ട് നിറക്കാണ് 2 ക്യാനിലും. കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള എല്ലാ വെള്ളവും. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. ചോറ് എന്തായാലും പെട്ടെന്ന് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ വെണ്ടക്ക കേടിടാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നും വെണ്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം കേടിടുന്ന സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ പേര് തോരനും സലാഡും ഉണ്ടാക്കാം, വേണം അച്ചാറെടുക്കാം. മുട്ട എടുക്കണോ? മുട്ട വേണ്ടല്ലേ. ഞാനതാ വെണ്ടക്ക കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മൂടി വെക്കാം ഇല്ലെങ്കിൽ ആവില്ല. വെണ്ടക്ക വേവണം. ചോറായി, ചോറ് സെറ്റാണെന്ന്. അത് മാത്രമല്ല ഇവിടെ സലാഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഔ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ, രക്ഷയില്ലാതെ വിശപ്പ്. ഉണ്ടാക്കുന്നേ ശർക്കര ഉപ്പേരി കേട്ടോ. ശർക്കരയും മത്തൻ പറഞ്ഞോ ശർക്കര മത്തൻ കൊള്ളാം. അതിപ്പൊക്കല്ല കേട്ടോ, അത് വൈകുന്നേരം ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഗ്രഹം. അപ്പം വാങ്ങിയതാണ് ഇന്നലെ. ചോറ്, നല്ല വെണ്ടക്ക കറി, പയറുപ്പേരി, കക്കേരിക്ക, അച്ചാറ്. പോരെ കളിയല്ലേ. നല്ല വിശക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഇനി ഒന്നും നോക്കുന്നില്ല, നേരെ കഴിക്കുക, എന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നമ്മുടെ അടുത്ത് കുറച്ച് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി ചോദിച്ചപ്പം ചേച്ചീൻ്റെ മക്കൾ വന്ന് പാത്രത്തിലാക്കി കൊണ്ടുപോയി. മണം കിട്ടിയിട്ടായിരിക്കുമല്ലേടാ. ഗൈസ് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് ഫുൾ സെറ്റായതാ നമ്മൾ യാത്ര തുടങ്ങിട്ടോ. ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ടൈം അവിടെ ചിലവായി. മൂപ്പര് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. കൊള്ളാം, എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. ഇനി അങ്ങോട്ട് ഇന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഫുള്ള് മലകളൊക്കെ വന്ന് തുടങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് നല്ല അടിപൊളി റോഡല്ലോ തോന്നുന്നത്. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കളിച്ചിട്ടുള്ള റോഡാട്ടോ.
ഓക്കെ, വണ്ടി ഇങ്ങനെ ചാടി കളിക്കുക. നമുക്കൊരു 50ന്റെ മുകളിലേക്ക് പോകാൻ കഴിയില്ല. നമ്മളങ്ങനെ ആട്ടിയിട്ട വണ്ടി കൊണ്ടുപോകുന്നേ. നമുക്ക് ഇവിടെ റബ്ബറൈസർ റോഡൊന്നും അധികം കാണാൻ പറ്റില്ല കേട്ടോ. റബ്ബറൈസർ റോഡൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് 2 സ്ഥലത്താണ്. അതും ഈ പറഞ്ഞതുപോലെ ടൗണിന്റെ ഭാഗത്തേക്ക്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റ് ഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ കാര്യമായിട്ട് യാത്ര ചെയ്ത് ഫോറസ്റ്റിനകത്തൂടെ തന്നെ, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റിനകത്തൂടെ തന്നെ. അപ്പോൾ ഈ ഫോറസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പം എന്താ പറയുക, റബ്ബറൈസർ ആക്കാതെ വണ്ടി സ്പീഡ് കുറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഒരു 40 സ്പീഡാണ് ഇവർ ഇതിൻ്റെ അകത്ത് പോകാൻ പറഞ്ഞ. 40 ഇതിൻ്റെ അകത്ത് നമുക്ക് അലൗഡ് ആയിട്ടുള്ള സ്പീഡ്. കണ്ടില്ലേ, ഒരു തരം മെറ്റൽ വെച്ചിട്ടാണ് കണ്ടോ, കുറച്ച് കട്ടിയുള്ള മെറ്റൽ വെച്ചിട്ടാണ് ഇവർ ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും അതെ, പരക്കനാക്കിയിട്ട്. പിന്നെ ഒരു സുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റോഡിൽ വല്ലാത്ത ശല്യമൊന്നുമില്ല. അതായത് ഇവിടുത്തെ ആൾക്കാർ ഡ്രൈവിംഗ് ആണെങ്കിലും വലിയ സീനില്ല. അത് മാത്രമല്ല, അധികം ആൾക്കാർ ഹോൺ അടിക്കുന്നില്ല അല്ലേ. നമ്മളിവിടെ ഹോണടി വളരെ കുറവല്ലേ കേട്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മള് ഇന്ത്യയിൽ നിന്നാണ് വരുമ്പോ, ഇന്ത്യയിലെ നിങ്ങൾക്ക് അറിയാലോ, ഉത്തരാഖണ്ഡ് UP-ന്റെ ഭാഗത്തൂടെയാണ് നമ്മൾ കയറിയത്. ആ ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ ഹോൺ അടിച്ച് വേർപ്പിച്ച് പോകുന്ന സ്ഥലങ്ങളോ. അത് മാത്രമായിട്ടില്ല, ചില പല ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ കണ്ടില്ലേ, ഞാൻ പിന്നെ ഇപ്പോൾ 1/2 മണിക്കൂർ ഫോൺ പിടിച്ചു കഴിഞ്ഞാലും അതേ അവസ്ഥ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും കൊള്ളാം, സംഗതി അടിപൊളി വൈബാണ്. ഇന്ന് നോക്കി ഒരു ചിന്തിച്ചോക്കി, നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു ദിവസം മൊത്തം ഫോറസ്റ്റിലൂടെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. നോക്കിയ നിങ്ങൾ പോകുമ്പോൾ നമുക്ക് കിട്ടിയൊരു സ്ഥലം, ആ ഭാഗത്ത് കുറച്ച് മാവ്, ഇവിടെ കുറച്ച് വെള്ളം കെട്ടിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിലൂടെ ആയിട്ട് വലിയ പുല്ലുകൾ മുളച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ഈ മുമ്പിൽ ഈ പശുക്കൾ തിന്ന കാരണത്താലും മേലത്തെ ആകാശം കണ്ട നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത ആകാശമാണ് ഇത്. കാരണം എന്ത് ഭംഗിയാണ് ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത്, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നോക്കിയാൽ നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. എങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ പറ്റുക? മീൻ അത്ര അടിപൊളിയാണ്. നമ്മളെ ചെക്ക് കണ്ടില്ലേ നിങ്ങൾ, അടിപൊളിയായിട്ട് ഫുൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ചിരുന്നാണ്ടാണ് ഇങ്ങനെ വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16,000 കിലോമീറ്ററാണ് ആശാന് ഓടാൻ പോകുന്നത്. 16,000 കിലോമീറ്ററോളം ആശാന് ഓടിയിപ്പം. എന്താ അല്ലേ, നമ്മളെ കേരളത്തിനോട് കുറേ സാമ്യമുള്ള സ്ഥലങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇതൊരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഭംഗി തന്നെ. കാര്യമായിട്ടുള്ളൊരു ഭംഗിയുണ്ട് കൂടാനുള്ള കാരണം ഈ പുല്ലാണ്. ഈ പുല്ല് അതെ, എല്ലാ സ്ഥലത്തും പുല്ലാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇതൊക്കെ പുല്ല് വിരിച്ചിട്ട് അതിൽ മരം കുഴിച്ചിട്ട പോലെയാണ് ഇവിടുത്തെ ഓരോ പ്രകൃതിൻ്റെയും കാഴ്ച. ഒന്നാമത് ഈ മഴക്കാലൂടെ ആയപ്പോൾ ഒന്നും പറയാല്ല. ഈ മഴമൂടൽ കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങോട്ട് വെയിൽ ഒഴിച്ചിട്ടോ ഈ കാണുന്ന സാധനത്തിനൊക്കെ ഒന്നുകൂടി ഷൈനിങ് കേട്ടോ. ഇടയ്ക്ക് എന്തൊക്കെയാ കൃഷി കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനത്തെ മരങ്ങൾ. എന്ത് മരമെന്ന് മനസ്സിലായില്ല. എടാ സവർജലടാ, അത് സവർജലടാ, സവർജൽ. ഇപ്പൊ നമ്മളൊരു പോലീസ് നോക്കിട്ടോ, നമ്മളിങ്ങനെ വണ്ടിനെ ഓവർടേക്ക് തരുമ്പോൾ പോലീസ് നോക്കിയത് നമ്മുടെ നാട്ടിൽ ചെക്കിങ്ങിനെ പോലെ തന്നെയാണ് നിർത്തി ഞങ്ങളുടെ ഇത് ചോദിച്ചു. നമ്മളുണ്ടാക്കിയ പെർമിറ്റിനെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം പിന്നെ അയാൾ ഫുൾ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ നേരത്ത് മൂപ്പരുടെ ഡ്രസ്സിലായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ്. എന്നാലും കൊള്ളാം, നല്ല അടിപൊളി മനുഷ്യൻ അല്ലേ. ഈ കാണുന്ന റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഫുള്ള് കരുവേപ്പിൻ്റെ ഇല കേട്ടോ. കരുവേപ്പിൻ്റെ ഇലക്ക് നിങ്ങൾ ഇനി അവിടെ എന്താ പറയാന്ന് അറിയില്ല, നിങ്ങളുടെ നാട്ടില് ഞങ്ങൾ കരുവേപ്പിൻ്റെ ഇലക്ക് പറയും. ഈ സാധനം റോഡിലേക്ക് നമ്മൾ വണ്ടി ഇട്ട് ഇങ്ങനെ, നമ്മൾ വണ്ടി കൊണ്ട് റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ നല്ല സ്മെല്ലാ. ആ ഒരു സ്മെല്ല് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് മൂക്കിലേക്ക്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലുള്ള അത്ര വേസ്റ്റ് ഒന്നും നമുക്ക് ഇവിടെ ഒരു പരിസരത്തും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ക്ലീനാണ് കുറേയൊക്കെ. സിറ്റികളിൽ ടൗണുകളിലൊന്നും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു കാട് ഒരു വില്ലേജ്, ഒരു കാട് ഒരു വില്ലേജ്, ഒരു കാട് ഒരു വില്ലേജ്, ഇതേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ ഈ പ്രകൃതി കാണുമ്പോൾ പിന്നെ എന്താ അറിയില്ല, അത് ഷൂട്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് ഭയങ്കര ഇടങ്ങേറാണ്. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ എത്ര സ്കിപ്പ് ചെയ്തിട്ടുണ്ടറിയോ,